യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, ഒരമ്മയുടെ മക്കളായ 2 സ്ത്രീകളുണ്ടായിരുന്നു. അവർ മിസ്രയീമിൽ വെച്ച് പരസംഗം ചെയ്തു. യൗവനത്തിൽ തന്നെ അവർ പരസംഗം ചെയ്തു. അവിടെ അവരുടെ മുല പിടിച്ചു, അവരുടെ കന്യാകുചാഗ്രം ഞെക്കി. അവരിൽ മൂത്തവൾക്ക് ഒഹില എന്നും ഇളയവൾക്ക് ഒഹിലീബ എന്നും പേരായിരുന്നു. അവർ എനിക്കുള്ളവരായിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും പ്രസവിച്ചു. അവരുടെ പേരോ ഒഹോല എന്നത് ശമര്യയും ഒഹോലീബ എന്നത് യെരൂശലേമും ആകുന്നു. എന്നാൽ ഒഹോല എന്നെ വിട്ട് പരസംഗം ചെയ്തു. അവൾ ധൂമ്രവസ്ത്രം ധരിച്ച ദേശാധിപതികളും സ്ഥാനാപതികളും ഒട്ടൊഴിയാതെ മനോഹര യുവാക്കളും കുതിരപ്പുറത്ത് കയറി ഓടിക്കുന്നവരുമായ സമീപസ്ഥരായ അശ്ശൂര്യ ജാരന്മാരെ മോഹിച്ചു. അശ്ശൂര്യ ശ്രേഷ്ഠന്മാരായവരോടൊക്കെയും തന്റെ വേശ്യവിദ്യകളെ ചെലവഴിച്ചു. താൻ മോഹിച്ചു പോന്ന ഏവരുടെയും സകല വിഗ്രഹങ്ങളെക്കൊണ്ടും തന്നെത്താൻ മലിനയാക്കി. മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന തന്റെ വേശ്യാവൃത്തിയും അവൾ വിട്ടില്ല. അവർ അവളുടെ യൗവനത്തിൽ അവളോടുകൂടെ ശയിച്ചു. അവളുടെ കന്യാകുചാഗ്രം ഞെക്കി തങ്ങളുടെ പരസംഗം അവളുടെ മേൽ ചൊരിഞ്ഞു. അതുകൊണ്ട് ഞാൻ അവളെ അവളുടെ ജാരന്മാരുടെ കൈയിൽ, അവൾ മോഹിച്ചിരുന്ന അശ്ശൂര്യരുടെ കൈയിൽ തന്നെ ഏൽപ്പിച്ചു. അവർ അവളുടെ നഗ്നത അനാവൃതമാക്കി. അവളുടെ പുത്രന്മാരെയും പുത്രിമാരെയും പിടിക്കുകയും അവളെ വാൾ കൊണ്ട് കൊല്ലുകയും ചെയ്തു. അവർ അവളുടെ മേൽ വിധി നടത്തിയതുകൊണ്ട് അവൾ സ്ത്രീകളുടെ ഇടയിൽ ഒരു നിന്ദാപാത്രമായി തീർന്നു. എന്നാൽ അവരുടെ സഹോദരിയായ ഒഹിലീബ ഇത് കണ്ടിട്ടും തന്റെ കാമവികാരത്തിൽ അവളെക്കാളും തന്റെ വേശ്യാവൃത്തിയിൽ സഹോദരിയുടെ വേശ്യാവൃത്തിയെക്കാളും അധികം വഷളത്വം പ്രവർത്തിച്ചു. മോടിയായി ഉടുത്തു ചമഞ്ഞ ദേശാധിപതികളും സ്ഥാനാപതികളും കുതിരപ്പുറത്ത് കയറി ഓടിക്കുന്നവരും ഒട്ടൊഴിയാതെ മനോഹര യുവാക്കളുമായി സമീപസ്ഥരായ അശ്ശൂര്യരെ മോഹിച്ചു. അവളും തന്നെത്താൻ മലിനയാക്കിയെന്ന് ഞാൻ കണ്ടു. ഇരുവരും ഒരു വഴിയിൽ തന്നെ നടന്നു. അവൾ പിന്നെയും പരസംഗം ചെയ്തുകൊണ്ടിരുന്നു. ചായല്യം കൊണ്ട് എഴുതിയ കൽദയരുടെ ചിത്രങ്ങളെ കൽദയദേശം ജന്മഭൂമിയായുള്ള ബാബേൽക്കാരുടെ രൂപത്തിൽ അരയ്ക്ക് കച്ചകെട്ടി തലയിൽ തലപ്പാവ് ചുറ്റി കാഴ്ചയ്ക്ക് ഒട്ടൊഴിയാതെ പ്രഭുക്കന്മാരായിരിക്കുന്ന പുരുഷന്മാരുടെ ചിത്രങ്ങളെ തന്നെ ചുവരിന്മേൽ വരച്ചിരിക്കുന്നത് അവൾ കണ്ടു. കണ്ട ഉടനെ അവൾ അവരെ മോഹിച്ചു. കൽദയദേശത്തിലേക്കു അവരുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. അങ്ങനെ ബാബേൽക്കാർ പ്രേമശയനത്തിനായി അവളുടെ അടുക്കൽ വന്ന് പരസംഗം കൊണ്ട് അവളെ മലിനയാക്കി. അവൾ അവരാൽ മലിനയായി തീർന്നു. പിന്നെ അവൾക്ക് അവരോട് വെറുപ്പ് തോന്നി. ഇങ്ങനെ അവൾ തന്റെ പരസംഗം വെളിപ്പെടുത്തി തന്റെ നഗ്നത അനാവൃതമാക്കിയപ്പോൾ എനിക്ക് അവളുടെ സഹോദരിയോട് വെറുപ്പ് തോന്നിയതുപോലെ അവളോടും വെറുപ്പ് തോന്നി. എന്നിട്ടും അവൾ മിസ്രയീം ദേശത്ത് വെച്ച് പരസംഗം ചെയ്ത തന്റെ യൗവനകാലം ഓർത്ത് പരസംഗം വർദ്ധിപ്പിച്ചു. കഴുതകളുടെ ലിംഗം പോലെ ലിംഗവും കുതിരകളുടെ ബീജശ്രവണം പോലെ ബീജശ്രവണവുമുള്ള ജാരന്മാരെ അവൾ മോഹിച്ചു. ഇങ്ങനെ നിന്റെ യൗവനസ്ഥനങ്ങൾ നിമിത്തം മിസ്രയീമർ നിന്റെ കുചാഗ്രങ്ങളെ ഞെക്കിയതായി നിന്റെ യൗവനത്തിലെ ദുഷ്കർമ്മം നീ തിരിഞ്ഞു നോക്കി. അതുകൊണ്ട് ഒഹൊലീബിയെ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ബാബേൽക്കാർ, കൽദയരൊക്കെയും, പെക്കോദ്യർ, ശോവ്യർ, കോവ്യർ, അശ്ശൂര്യർ ഒക്കെയും എന്നിങ്ങനെ മനോഹര യുവാക്കളും ദേശാധിപതികളും സ്ഥാനാപതികളും ഒട്ടൊഴിയാതെ പ്രഭുക്കന്മാരും വിസ്തൃതന്മാരും കുതിരപ്പുറത്ത് കയറി ഓടിക്കുന്നവരുമായി നിനക്ക് വെറുപ്പ് തോന്നിയിരിക്കുന്ന നിന്റെ ജാരന്മാരെ ഞാൻ നിനക്ക് വിരോധമായി ഉണർത്തി ചുറ്റും നിന്റെ നേരെ വരുത്തും. അവർ അനവധി രഥങ്ങളും വണ്ടികളും ഒരു ജനസമൂഹവുമായി നിന്റെ നേരെ വരും. അവർ പരിചയും പലകയും പിടിച്ച് തലക്കോരികയിട്ടും കൊണ്ട് നിന്നെ വന്നു വളയും. ഞാൻ ന്യായവിധി അവർക്ക് പരമേൽപ്പിക്കും. അവർ തങ്ങളുടെ ന്യായങ്ങൾക്കു അനുസാരമായി നിന്നെ ന്യായം വിധിക്കും. ഞാൻ എന്റെ തീക്ഷ്ണത നിന്റെ നേരെ പ്രയോഗിക്കും. അവർ ക്രോധത്തോടെ നിന്നോട് പെരുമാറും. അവർ നിന്റെ മൂക്കും ചെവിയും ചെത്തിക്കളയും. നിനക്ക് ശേഷിപ്പുള്ളവർ വാൾ കൊണ്ട് വീഴും. അവർ നിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും പിടിച്ചുകൊണ്ടുപോകും. നിനക്ക് ശേഷിപ്പുള്ളവർ തീക്കിരയാകും. അവർ നിന്റെ വസ്ത്രം ഉരിഞ്ഞു ആഭരണങ്ങളെ എടുത്തുകളയും. ഇങ്ങനെ ഞാൻ നിന്റെ ദുർമര്യാദയും മിസ്രയീം ദേശത്തുനിന്ന് കൊണ്ടുവന്ന നിന്റെ വേശ്യാവൃത്തിയും നിർത്തലാക്കും. നീ ഇനിയും അവരെ തലപൊക്കി നോക്കുകയില്ല, മിസ്രയീമിനെ ഓർക്കുകയുമില്ല. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ നിന്നെ നീ പകയ്ക്കുന്നവരുടെ കൈയിൽ, നിനക്ക് വെറുപ്പ് തോന്നുന്നവരുടെ കൈയിൽ തന്നെ ഏൽപ്പിക്കും. അവർ പകയോടെ നിന്നോട് പെരുമാറി നിന്റെ സമ്പാദ്യമൊക്കെയും എടുത്ത് നിന്നെ നഗ്നയും അനാവൃതയുമാക്കി വിടും. അങ്ങനെ നിന്റെ വേശ്യാവൃത്തിയുടെ നഗ്നതയും നിന്റെ ദുർമര്യാദയും പരസംഗങ്ങളും വെളിപ്പെട്ടു വരും. നീ ജാതികളോട് ചേർന്ന് പരസംഗം ചെയ്തതുകൊണ്ടും അവരുടെ വിഗ്രഹങ്ങളാൽ നിന്നെ തന്നെ മലിനയാക്കിയതുകൊണ്ടും ഇത് നിനക്ക് ഭവിക്കും. നീ സഹോദരിയുടെ വഴിയിൽ നടന്നതുകൊണ്ട്
ഞാൻ അവരുടെ പാനപാത്രം നിന്റെ കയ്യിൽ തരും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നീ സഹോദരിയുടെ കുഴിയും വട്ടവും ഉള്ള പാനപാത്രത്തിൽ നിന്ന് കുടിച്ച് നിന്ദയ്ക്കും പരിഹാസത്തിനും വിഷയമായി തീരും. അതിൽ വളരെ കൊള്ളുമല്ലോ. സ്തംഭനവും ശൂന്യതയുമുള്ള പാനപാത്രമായി നിന്റെ സഹോദരി ശമരിയുടെ പാനപാത്രമായ ലഹരിയും ദുഃഖവും കൊണ്ട് നീ നിറഞ്ഞിരിക്കുന്നു. നീ അത് കുടിച്ചു വറ്റിച്ചു ഉടച്ചു കഷണങ്ങളെ നക്കി നിന്റെ മുലകളെ കീറിക്കളയും. ഞാനത് കൽപ്പിച്ചിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ആകയാൽ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നീ എന്നെ മറന്നു എന്നെ നിന്റെ പിറകിൽ എറിഞ്ഞുകളകൊണ്ട് നീ നിന്റെ ദുർമര്യാദയും പരസംഗവും വഹിക്ക. പിന്നെ യഹോവ എന്നോട് അരുളിച്ചെയ്തത്, മനുഷ്യപുത്ര, നീ ഒഹോലയെയും ഒഹിലീബിയെയും ന്യായം വിധിക്കുമോ? എന്നാൽ അവരുടെ മ്ലേച്ഛതകളെ അവരോട് അറിയിക്ക. അവർ വ്യഭിചാരം ചെയ്തു, അവരുടെ കൈയിൽ രക്തമുണ്ട്. തങ്ങളുടെ വിഗ്രഹങ്ങളോട് അവർ വ്യഭിചാരം ചെയ്തു. അവർ എനിക്ക് പ്രസവിച്ച മക്കളെ അവർക്കു ഭോജനമായി അഗ്നിപ്രവേശം ചെയ്യിച്ചു. ഒന്നുകൂടെ അവർ എന്നോട് ചെയ്തിരിക്കുന്നു. അന്നാളിൽ തന്നെ അവർ എന്റെ വിശുദ്ധ മന്ദിരത്തെ തീണ്ടിച്ചു, എന്റെ ശബ്ബത്തുകളെ അശുദ്ധമാക്കി. അവർ തങ്ങളുടെ മക്കളെ വിഗ്രഹങ്ങൾക്കു വേണ്ടി കൊന്ന ശേഷം അന്ന് തന്നെ അവർ എന്റെ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കേണ്ടതിന് അതിലേക്ക് വന്നു. ഇങ്ങനെയത്രേ അവർ എന്റെ ആലയത്തിന്റെ നടുവിൽ ചെയ്തത്. ഇതുകൂടാതെ ദൂരത്തുനിന്ന് വന്ന പുരുഷന്മാർക്കു അവർ ആളയച്ചു. ഒരു ദൂതൻ അവരുടെ അടുക്കൽ ചെന്ന ഉടനെ അവർ വന്നു. അവർക്കു വേണ്ടി നീ കുളിച്ചു, കണ്ണിൽ മഷിയെഴുതി, ആഭരണം അണിഞ്ഞു, ഭംഗിയുള്ള ഒരു കട്ടിലിന്മേൽ ഇരുന്നു. അതിന്റെ മുമ്പിൽ ഒരു മേശ ഒരുക്കി, അതിന്മേൽ എന്റെ കുന്തിരുക്കവും എണ്ണയും വെച്ചു. നിർഭയമായിരിക്കുന്ന ഒരു പുരുഷാരത്തിന്റെ ഘോഷം അവളോടുകൂടെ ഉണ്ടായിരുന്നു. ജനസമൂഹത്തിലെ പുരുഷന്മാരുടെ അടുക്കൽ അവർ ആളയച്ചു. മരുഭൂമിയിൽ നിന്ന് കുടിയന്മാരെ കൊണ്ടുവന്നു. അവർ അവരുടെ കൈക്കു വളയിടുകയും തലയിൽ ഭംഗിയുള്ള കിരീടങ്ങൾ വെക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ, കിഴവിയായവൾ വ്യഭിചാരം ചെയ്യും, ഇപ്പോൾ അവർ അവളോടും അവൾ അവരോടും പരസംഗം ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ വേശ്യയുടെ അടുക്കൽ ചെല്ലുന്നതുപോലെ അവർ അവരുടെ അടുക്കൽ ചെന്നു. അതെ, അവർ കാമുകളായ ഒഹലയുടെ അടുക്കലും ഒഹോലീബിയുടെ അടുക്കലും ചെന്നു. എന്നാൽ നീതിമാന്മാരായ പുരുഷന്മാർ വ്യഭിചാരിണികൾക്ക് തക്ക ന്യായപ്രകാരവും രക്തപാതികകൾക്കു തക്ക ന്യായപ്രകാരവും അവരെ ന്യായം വിധിക്കും. അവർ വ്യഭിചാരിണികളല്ലോ, അവരുടെ കൈയിൽ രക്തവും ഉണ്ട്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ അവരുടെ നേരെ ഒരു സഭ കൂട്ടി അവരെ പരിഭ്രമത്തിനും കവർച്ചയ്ക്കും ഏൽപ്പിക്കും. ആ സഭ അവരെ കല്ലെറിഞ്ഞ് വാൾകൊണ്ട് വെട്ടിക്കളയും. അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും അവർ കൊന്നു അവരുടെ വീടുകളെ തീവെച്ച് ചുട്ടുകളയും. ഇങ്ങനെ നിങ്ങളുടെ ദുർമര്യാദ പോലെ ചെയ്യാതിരിപ്പാൻ സകല സ്ത്രീകളും ഒരു പാഠം പഠിക്കേണ്ടതിന് ഞാൻ ദുർമര്യാദ ദേശത്തുനിന്ന് നീക്കിക്കളയും. അങ്ങനെ അവർ നിങ്ങളുടെ ദുർമര്യാദയ്ക്ക് തക്കവണ്ണം നിങ്ങൾക്ക് പകരം ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ പാപങ്ങളെ ചുമക്കേണ്ടിവരും. ഞാൻ യഹോവയായ കർത്താവ് എന്ന് നിങ്ങൾ അറിയും.